സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ? നെറ്റ്ഫ്ലിക്സിലെ ഈ മെഗാ സീരീസ് ഇത്രയും വലിയ ചർച്ചാ വിഷയമാകാൻ കാരണം എന്താണ്? അതേപോലെ തന്നെ മലയാളം പ്രേക്ഷകർക്ക് ഇത് കാണാൻ പറ്റിയ സീരീസ് ആണോ? ഇതിന്റെ ഹൈപ്പ് സത്യമാണോ? നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു സീരീസും കാണാത്ത മലയാളികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും അതിൽ കാണാവുന്നതാണ്. കാരണം അത്രയ്ക്ക് പോപ്പുലറായി, ഇപ്പോൾ കറണ്ട് ജനറേഷനിൽ ഇത്രയും പോപ്പുലർ ആയ ഒരു സീരീസ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഷോകളായ ഗെയിം ഓഫ് ത്രോൺസ്, അതേപോലെ തന്നെ ബ്രേക്കിംഗ് ബാഡ്, ആ ഒരു ലെവലിലോട്ടാണ് സ്ട്രേഞ്ചർ തിങ്സും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കഥ എന്താണ്? ഇത് ഏത് ജോണറാണ്? നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കി നോക്കാം. ആദ്യം ഞാൻ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കഥ എങ്ങനെയാണ് പോകുന്നത്, ഇതിന്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഈ സ്റ്റാർട്ടിങ് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണട്ടെ. സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സയന്റിസ്റ്റിനെ എന്തോ ഒരു ഭീകരജീവി അല്ലെങ്കിൽ എന്തോ ഒന്ന് വന്ന് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ മുതലാണ് സീരീസ് സ്റ്റാർട്ട് ആവുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മെയിൻ ലീഡുകളുടെ എൻട്രിയാണ്. 3 കിഡ്സ്, 4 പേര്. അവര് 4 പേരും അടുത്ത് വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവര് D&D എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നതാണ് നമ്മുടെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു റോൾ പ്ലേ പോലെയാണ്. അവര് ഇങ്ങനെ ഓരോ കുറെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ഡിസൈഡ് ചെയ്യാം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറെ പരിപാടികളും ഉള്ള ഒരു ഗെയിമാണ് D&D എന്ന് പറയുന്ന ഗെയിം. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസ് ഗെയിമിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വില്ലെന്ന് പറയുന്ന ക്യാരക്ടർ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും നേരെ കാട്ടിലോട്ട് പോവുകയാണ് വില്ല്. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തിയ ശേഷം വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ എവിടെ പോയെന്ന് വില്ലിങ്ങനെ നോക്കുമായിരുന്നു. വില്ലിങ്ങനെ കോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. ഇത് നടക്കുന്നത് 1980കളിലാണ്. അപ്പോഴത്തേനും വില്ല് വീടിന്റെ പുറത്തുനിന്ന് ഒരു രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നത് കാണുന്നുണ്ട്. ഇത് പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിനെ കൊണ്ടുപോവുകയാണ്. വില്ലിനെ ആ ഒരു രൂപം വന്ന് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വില്ലിന്റെ അമ്മേനെയും സഹോദരനെയാണ്. ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല, കാരണം തലേന്ന് രാത്രി ഇവർ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. ആ വില്ല് മാത്രം ഒറ്റയ്ക്കായിരുന്നു. വില്ലിന്റെ അച്ഛനൊക്കെ ആദ്യമേ മരിച്ചതാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്ന മൈക്കിന്റെ വീട്ടിലെ ബഹളവും കാര്യങ്ങളും, അവരുടെ നാൻസിയുടെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആണ് നമ്മുടെ സ്റ്റീവ് ഹാരിൻഡറിന്റെ ഇൻട്രോയും കാര്യങ്ങളും. അതിനുശേഷം വില്ല് മിസ്സിംഗ് ആണെന്ന് അറിയുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. അങ്ങനെ വില്ല് എന്ത് പറ്റി വില്ല് മിസ്സിംഗ് ആയത് എങ്ങനെ എന്ന് അന്വേഷിക്കുന്ന സംഭവം ബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന് പാരലായി തന്നെ വേറൊരു കുട്ടി പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു ലാബിൽ നിന്ന് ഒളിച്ചോടിയ ഒരു കുട്ടിയാണ്. ആ കുട്ടീന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ കുട്ടി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ കടക്കാരൻ ഭക്ഷണം മോഷ്ടിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ആ കടക്കാരൻ സംസാരിച്ച് ലാസ്റ്റ് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. കുട്ടി അധികം സംസാരിക്കാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ചെറിയ സൂപ്പർ പവറും കാര്യങ്ങളും ഉണ്ടെന്ന് സീരീസിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അറിയുന്നത് വില്ല് മിസ്സിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയുന്നു. അങ്ങനെ പോലീസ് ഇടപെടുന്നു. പോലീസ് വില്ലിന്റെ കൂട്ടുകാരോട് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഈ 3 കൂട്ടുകാരും കൂടെ ചേർന്ന് വില്ലിനെ അന്വേഷിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വില്ല് പോയ അതേ പാത്തിൽ കൂടെ അവർ പോകുമ്പോൾ അവർ കണ്ടുമുട്ടുകയാണ് ആ കുട്ടിയെ. ഇവിടെ മുതലാണ് കഥ മാറുന്നത്. ഈ കുട്ടി നേരത്തെ പറഞ്ഞില്ലേ, ആ ഹോട്ടൽ ഓണറിനെ വേറെ കുറെ ആൾക്കാർ വന്ന് കൊല്ലുന്നു. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ ഈ കുട്ടി കഴിഞ്ഞോളൂ. ഈ കുട്ടി ഇറങ്ങി ഓടുകയും നേരെ കാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അത് യാദൃശ്ചികമായി വില്ലിനെ തപ്പാൻ ഇറങ്ങിയ ആ 3 കൂട്ടുകാരുടെ ഇടയിൽ കണ്ടുകെട്ടുകയും അങ്ങനെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പിസോഡ് 1. അപ്പോൾ ഇതാണ് ഈ കഥയും കാര്യങ്ങളും. ഫസ്റ്റ് സീരീസിൽ വില്ല് എവിടെ പോകുന്നു, വില്ലിനെ ആരാണ് കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ കഥയും കാര്യങ്ങളാണ് ഫുള്ള് കാണിക്കുന്നത്. പിന്നെ ഈ കുട്ടി ആരാണ്, ഈ കുട്ടിക്ക് എങ്ങനെ സൂപ്പർ പവർ കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നടക്കുന്നത് 1980s അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ, ഇതാണ് കഥ. ഫുള്ള് പോകുന്നത് ഈ ഒരു രീതിയിലാണ് സീസൺ 1. അപ്പോൾ ഈ കഥ ഏകദേശം കുറച്ച് മനസ്സിലായെന്ന് എല്ലാവർക്കും വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ പിന്നെ സ്പോയിലർ ആയിപ്പോവും. ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ഈ സീരീസിന്റെ ഹൈപ്പിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 80s നൊസ്റ്റാൾജിയാണ് മിക്കതും. 80sകളിലെ മ്യൂസിക്കും ഫാഷൻ, അതേപോലെ തന്നെ സിനിമ, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു സൈഫൈ ഹൊറർ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല കോമഡിയും ഹ്യൂമറും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് ഡെപ്ത് കാണിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ തന്നെ അവരുടെ അഭിനയം, സൗഹൃദം എല്ലാം നല്ല രീതിയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് കാണാനുള്ള കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി. ഈ സീരീസിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ലോകോത്തര നിലവാരമുള്ള വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളുള്ള നല്ല കിടിലൻ ഒരു സീരീസാണ്.
അതേപോലെ തന്നെ നല്ല ത്രില്ലിങ്ങും എൻഗേജിങ്ങും ആയിട്ടുള്ള ഒരു സീരീസാണ്. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്ഷിപ്പിനൊക്കെ വളരെ വാല്യൂ കൊടുക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരു സീരീസും കൂടെയാണ്. പിന്നെ ഇത് ഇഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ 80s അന്തരീക്ഷവും അതുപോലെ തന്നെ കാണാൻ അതൊന്നും ദഹിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പം ഇത് കാണാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴയ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഫാന്റസി സൈഫൈ ഇഷ്ടമല്ലാത്ത ആർക്കും ഈ സീരീസ് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇത് നല്ല ഫാന്റസിയാണ്. അതേപോലെ തന്നെ സൈഫൈ ഫിക്ഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു സീരീസ് കാണുമ്പോഴത്തേനും ഇതൊന്നും നടക്കുന്നില്ല, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഏത് ലോകം, ഇതൊന്നും ഒരു ഒറിജിനാലിറ്റി ഇല്ല, അതായത് ഇതൊരു ഒരിക്കലും റിയൽ ലൈഫിൽ പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനത്തെ സീരീസ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഫാന്റസി സൈഫൈ കാറ്റഗറിയിൽ വരുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറി ഇഷ്ടമല്ലാത്തവർ ദയവ് ഇത് കാണാതിരിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസിന്റെ ഹൈപ്പ് അത് കണ്ടറിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എന്തായാലും ചെറിയൊരു രീതിയിൽ ഔട്ട്ലൈൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കാണാൻ